3 പതിറ്റാണ്ടിന് മുൻപാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തെത്തിയൊരു വാർത്ത. മരണദൂതനെ തൂക്കിലേറ്റി. കാട്ടുതീ പോലെ ആ വിവരം നാടുനീളെ പരന്നു. ജനങ്ങൾ അത്രയേറെ ആഗ്രഹിച്ച വാർത്തയായിരുന്നു. തൂക്കിലേറ്റി 34 വർഷം കഴിഞ്ഞിട്ടും റിപ്പർ ചന്ദ്രൻ എന്ന് കേട്ടാൽ മലബാറുകാരുടെ കണ്ണിൽ ഭയം ഇരുണ്ടു കയറും. ചോരയുടെ മണമായിരുന്നു അയാൾക്ക്. 80കളിലെ മലബാറുകാരുടെ പേടിസം. 1950 ഡിസംബർ 18 കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്ത് കരിന്തളം എന്ന ഗ്രാമം. മുതുക്കുറ്റി ചന്ദ്രന്റെ ജനനം. 10ാം വയസ്സിൽ പിതാവ് കുഞ്ഞമ്പൂവിന്റെ മരണം. 14ാം വയസ്സിൽ കർണാടകയിലേക്ക് നാടുവിട്ട ചന്ദ്രൻ തിരിച്ചെത്തിയത് 1ാം തരം ക്രിമിനലായി. 1977 ഒരു മോഷണ കേസിൽ പിടിയിലാകുന്നതോടെ അയാളുടെ ക്രിമിനൽ ജീവിതം വെളിപ്പെട്ടു തുടങ്ങി. ശിക്ഷ കഴിഞ്ഞ് വീണ്ടും കർണാടകയിലേക്ക്. അവിടെ തിമ്മയ്യ എന്ന കൂട്ടാളിക്കൊപ്പം കവർച്ചാ പരമ്പര തുടർന്നു. തെക്കൻ കർണാടകത്തിൽ അയാളുടെ പേര് രമേശ് പൂജാരി എന്നായിരുന്നു. ഇടയ്ക്കിടെ ഒരുപാട് കാശുമായി നാട്ടിലെത്തുന്ന ചന്ദ്രന് കർണാടകയിൽ ബിസിനസ് ആണെന്ന് കരിന്തളത്തുകാർ വിശ്വസിച്ചു. അവൻ്റെ അമ്മക്ക് കുരുന്നുള്ളല പണി കാട്ടിലത്തെ. അന്നേരം 2 പിള്ളേരുടെ കൊണ്ടാക്കി പോകും. നുള്ളാൻ പോണ്ടേ. ഇതുകൊണ്ട് നീലീശ്വരം വിൽക്കാൻ കൊണ്ട് ബുധനാഴ്ച അങ്ങനെ വ്യാഴാഴ്ച വൈകിട്ട് അമ്പളക്കേ വരും. ഈ പിള്ളേർ 2 വിടുക. അന്നൊക്കെ പണിയുപകരണങ്ങൾ വീടിന് ചായ്പിലാണ് സൂക്ഷിച്ചിരുന്നത്. പിക്കാസും ചുറ്റികയും പാരയും ഇരുമ്പുവടിയുമെല്ലാം ചന്ദ്രന്റെ ആയുധമായി. ഇരുട്ടിന്റെ മറവിൽ എപ്പോൾ വേണമെങ്കിലും അയാൾ എത്താം. ചായ്പിലെ ഏതെങ്കിലും ആയുധമെടുത്ത് അകത്തു കയറി ഉറങ്ങിക്കിടക്കുന്നയാളുടെ തലയിൽ ആഞ്ഞ് ഒറ്റയടി. ആ അടിയിൽ ചുറ്റും രക്തം ചീറ്റും. തല തകർത്ത് തലയോട്ടി പിളരുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഇരുട്ടിന്റെ കൊലയാളി. ശേഷം കവർച്ചയും ബലാത്സംഗവും. 19ാം നൂറ്റാണ്ടിൽ ലണ്ടൻ നഗരത്തിൽ ഇരകളുടെ തലയോട്ടി തകർത്ത് കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ജാക്ക് ദി റിപ്പർ എന്ന അജ്ഞാത കൊലയാളിയുടെ രീതിയോട് വല്ലാത്ത സാമ്യമാണ് ഈ ചന്ദ്രന്. അങ്ങനെയാണ് മുതുക്കുറ്റി ചന്ദ്രൻ റിപ്പർ ചന്ദ്രനായത്. ജാക്ക് ദി റിപ്പറിനോട് ചേർത്ത് പത്രങ്ങളിൽ ലേഖനങ്ങൾ വരെ എത്തി. ഹൈവേകളോടും റെയിൽവേ പാതകളോടും ചേർന്നുള്ള അടച്ചുറപ്പില്ലാത്ത വീടുകളിലാണ് അയാൾ എത്തിയിരുന്നത്. ഉത്തര കേരളത്തിൽ റിപ്പർ വിളയാടിയത് 80കളിലായിരുന്നു. 1985 സെപ്റ്റംബർ 10 കാസർഗോഡ് ചെമ്മനാട്ടെ രമണിയുടെ കൊലപാതകം. ഉറങ്ങിക്കിടന്ന സ്ത്രീ തലക്കടിയേറ്റ് കൊല്ലപ്പെടുന്നു. പോലീസിന് തുമ്പൊന്നും കിട്ടിയില്ല. പക്ഷേ അതൊരു തുടക്കമായിരുന്നു. മലബാറിന്റെ രാത്രികളെ ചുറ്റികപ്പേടിയിൽ ഒറ്റപ്പെടുത്തിയതിന്റെ തുടക്കം. പിന്നാലെ ഒക്ടോബറിൽ മഞ്ചേശ്വരത്ത് ഇതുപോലെ ഒരു കുടുംബത്തിലെ 3 പേരെ പിക്കാസ് കൊണ്ട് തലക്കടിച്ചു കൊന്നു. അതോടെ പോലീസ് ജാഗ്രതയിലായി. പിന്നെ മലബാറിൽ അങ്ങോളം ഇങ്ങോളം തലക്കടിയേറ്റ ആളുകൾ കൊല്ലപ്പെടുന്നത് പതിവായി തുടങ്ങി. ചിലയിടത്ത് ആക്രമിക്കപ്പെട്ട സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. ചിത്താരി, കുഡ്ലു, ചാമുണ്ടിക്കുന്ന്, ഹാവഞ്ചി, ഹരിയടുക്ക എന്നിവിടെയൊക്കെ കൊലപാതക പരമ്പരയായിരുന്നു. 1985-86 കാലത്ത് വയനാട്ടിൽ, കോഴിക്കോട്ട്, കണ്ണൂര്, കാസർഗോഡ്, പിന്നെ തെക്ക് കർണാടക വരെയും ഇരുട്ടായാൽ മനുഷ്യരിൽ ഭയം ഇരച്ചു കയറുമായിരുന്നു. നേരം ഇരുട്ടിയാൽ റിപ്പർ ചന്ദ്രൻ കൊല്ലാനെത്തുമെന്ന കഥകൾ വാമൊഴിയായി കാറ്റിനേക്കാൾ വേഗത്തിൽ എല്ലായിടത്തും എത്തി. അന്ന് രാത്രിയിൽ പട്രോളിംഗ് ജോലിയുള്ള പോലീസുകാർ പുറത്തിറങ്ങിയിരുന്നത് തണ്ടുറപ്പുള്ള കയ്യാളന്മാരെ കൂട്ടിയായിരുന്നു. ആരാണ് റിപ്പർ? യഥാർത്ഥത്തിൽ അങ്ങനൊരാളുണ്ടോ? വാർത്തകൾ ഇങ്ങനെ പടരുമ്പോഴും പലരും സംശയിച്ചു. പോലീസ് 18 അടവും പയറ്റിയിട്ടും റിപ്പർ ചന്ദ്രൻ വെളിച്ചത്ത് വന്നില്ല. ഇരുളിലെത്തി കൊല നടത്തി ഇരുളിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു മായാജാലക്കാരൻ. ചില കഥകളിൽ റിപ്പർ അങ്ങനെയുമായി. റിപ്പറിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ തല തകർന്ന് മരണം വരെ തളർന്നു കിടന്നു. ആരും കൊലയാളിയെ കണ്ടില്ല. ആ സമയത്ത് റിപ്പറെ പോലെ പലരും വന്നു. അവർ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളും ആരും ചോദ്യം ചെയ്തില്ല. അതെല്ലാം ചെയ്തത് റിപ്പറാണെന്ന് ആ മനുഷ്യർക്ക് വിശ്വസിക്കേണ്ടി വന്നു. കാരണം തേടിയിറങ്ങിയാൽ റിപ്പർ മുൻപിലേക്ക് ചാടിയെത്തുമെന്ന് ഭയന്നിരുന്നു. കൊലപാതകങ്ങളുടെ കണക്ക് 12 പിന്നിട്ടിട്ടും റിപ്പർ ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. രാത്രി പരിശോധന പോലീസ് കാര്യക്ഷമമാക്കി. സംശയം തോന്നിയ പല മനുഷ്യരെയും പോലീസ് ചോദ്യം ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം റിപ്പർ ചന്ദ്രൻ തളിപ്പറമ്പ് പോലീസിന് തൊട്ടു മുൻപിലെത്തി. കർണാടക പോലീസ് ക്യാമ്പ് ചെയ്ത് ഇവിടെ. അപ്പോൾ ചന്ദ്രനെ അന്വേഷിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ കള്ളും കുടിച്ച് വരിക. അപ്പോൾ അയാളോട് ചോദിച്ചു ചന്ദ്രനെ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തന്നെ ചന്ദ്രൻ പറഞ്ഞു അയാൾ. അപ്പം ചന്ദ്രനല്ല ചന്ദ്രനാന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ അടി കൊടുത്ത് ഇവിടെ വീണ് കിടക്കുമ്പോൾ നമ്മളെയൊക്കെ വിളിച്ച് നമ്മളെ കാണിച്ചു ഇങ്ങനെ
ചന്ദനം പിടിച്ചെന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ചന്ദനല്ല അത്. അപ്പോഴേക്കും കള്ളു പിടിച്ച് വരുന്നയാളാ. അപ്പോൾ അയാളെ 2 പല്ലൊക്കെ പോയി. റിപ്പറെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമായി നടത്തുന്ന സമയമാണ്. ടൗണിൽ കണ്ട ചിലരെ പിടികൂടി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിരലടയാളം ശേഖരിക്കുകയാണ്. പക്ഷെ അവരൊക്കെ നാട്ടിലേക്ക് ബസ്സോ ട്രെയിനോ ഒന്നും കിട്ടാതെ കാത്തിരുന്ന പാവങ്ങളായിരുന്നു. പ്രശ്നമൊന്നുമില്ലാത്തതിനാൽ അവരെയെല്ലാം പറഞ്ഞുവിട്ടു. നേരം ഇരുട്ടിയതോടെ തളിപ്പറമ്പിലെ ഉൾപ്രദേശത്തെ ഒരു വീട്ടിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടെന്ന വിവരം പോലീസിന് കിട്ടുകയാണ്. അക്രമത്തിന്റെ സ്വഭാവമെല്ലാം നോക്കുമ്പോൾ റിപ്പർ മോഡലാണ്. റിപ്പർ ഉപേക്ഷിച്ചു പോയ മദ്യക്കുപ്പിയിൽ നിന്ന് അയാളുടെ വിരലടയാളം പോലീസ് ശേഖരിച്ചു. അത് പരിശോധിച്ച തളിപ്പറമ്പ് പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അല്പം മുൻപ് പാവങ്ങളെന്ന് പറഞ്ഞ് വിട്ടവരുടെ കൂട്ടത്തിൽ ഈ സാക്ഷാൽ റിപ്പറും ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ പോലീസ് കരിന്തളത്ത വീട്ടിലേക്ക് പോവുകയാണ്. കൈവെള്ളയിൽ നിന്ന് മൂരിപ്പോയ റിപ്പറിനെ കണ്ടെത്താൻ പോലീസ് കച്ചകെട്ടിയിറങ്ങി. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ റിപ്പർ ചന്ദ്രൻ ഒരു കൊലപാതകം കൂടി നടത്തി. 1986 ഫെബ്രുവരി 11 കണ്ണൂർ പറശ്ശിനിക്കടവിൽ. ആ കേസിന് പിന്നാലെ സഞ്ചരിച്ച് 16-ാം നാൾ കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ നിന്ന് യഥാർത്ഥ റിപ്പറെ പിടികൂടി. തലക്കടിച്ചു കൊന്നത് 14 പേരെ. അതിലും ഇരട്ടി ആളുകളെ മരണക്കിടക്കയിലേക്ക് വിട്ടു. 87-ൽ വിചാരണയ്ക്ക് ശേഷം ചന്ദ്രനെയും കൂട്ടാളി തിമ്മയെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. അന്ന് ഹോസ്ദുർഗ് കോടതിയുടെ മുറ്റത്ത് പതിവില്ലാത്ത വിധം ആൾക്കൂട്ടമായിരുന്നു. ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് തങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഇരുട്ടിന്റെ മരണവാഹകനെ കാണാനെത്തിയവരാണ്. പക്ഷേ റിപ്പറിന് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. ആൾക്കൂട്ടത്തിന് നേരെ ഒരു കൊലയാളി ചിരിച്ചിരിച്ച് അയാൾ കോടതിയിലേക്ക് കയറിപ്പോയി. പിറ്റേന്നത്തെ പത്രത്തിൽ 1-ാം പേജിൽ കാത്തിരുന്ന വാർത്ത, റിപ്പർ ചന്ദ്രന് തൂക്കുമരം ശിക്ഷ. സെൻട്രൽ ജയിലിൽ ഏകാന്ത തടവിലായിരുന്നു റിപ്പർ ചന്ദ്രൻ. അതിനിടെ തിമ്മയ്യയുടെ വധശിക്ഷ കോടതി റദ്ദു ചെയ്തു. ജയിലിൽ കിടന്ന റിപ്പർ എഴുത്തും വായനയും പഠിച്ചു. പുസ്തക വായന തുടങ്ങി. ജയിലിൽ നിന്ന് അമ്മയ്ക്ക് കത്തുകൾ എഴുതി. ആദ്യമൊക്കെ അക്രമ സ്വഭാവം കാണിച്ചിരുന്ന റിപ്പർ പതിയെ ആത്മീയ പാതയിലേക്ക് തിരിഞ്ഞെന്ന് അന്ന് ജയിലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ടായൊരു പ്രയാസമായിരുന്നു. ഞങ്ങൾ ചോറ് കൊടുത്ത് ഞങ്ങൾ തന്നെ എല്ലാ ദിവസവും എൻ്റെ ആരോഗ്യം അന്വേഷിച്ച് അവനെ ഒരു ദിവസം നമ്മൾ കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ഒരു കടുകை ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച്. 1991 ജൂലൈ 6 തൂക്കിലേറ്റുന്ന ദിവസം. അവസാന ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഒരു ചായ വേണം എന്ന് പറഞ്ഞു. കുറച്ചു ചായ കുടിച്ച് ജയിലിലെ ഇടനാഴിയിലൂടെ നേരെ തൂക്കുമരത്തിലേക്ക് ശാന്തനായി നടന്നു. കൈകൾ പിറകിലേക്ക് കെട്ടി, മുഖം മൂടി. ആരാച്ചാരുടെ തസ്തികയില്ലായിരുന്നു. ജയിൽ സൂപ്രണ്ട് സ്വയം ആരാച്ചാരായി മാറി. കോടതി വിധി നടപ്പാക്കുന്നെന്ന് റിപ്പറിനോട് പറഞ്ഞു. ഞാൻ തയ്യാറാണ് സാർ എന്ന് അയാളും. അങ്ങനെ 41-ാം വയസ്സിൽ കഴുമരത്തിൽ അവസാനിച്ചു റിപ്പർ ചന്ദ്രൻ എന്ന കൊടും കുറ്റവാളിയുടെ ജീവിതം. കേരളത്തിൽ അവസാനമായി നടപ്പാക്കിയ വധശിക്ഷയാണ്. മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരും എത്തിയില്ല. മരിച്ച റിപ്പറിനെയും ഭയമായിരുന്നു പോലും മനുഷ്യർക്ക്.